അതായത് 10-60-70 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഗുണം തന്നെ ഫ്രഷ് സാധനം, ഐസിട്ട മീനും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ടേസ്റ്റിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ഡാമിൽ നിന്നുള്ള ഫുഡാണ്, അല്ല പുറത്തുനിന്നുള്ള ഫുഡ് അവർക്ക് കിട്ടണില്ല. അതാണ് അതിൻ്റെ മെയിൻ. ഈ മീനിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഡാമുകളിലെല്ലാം ഒരു ചെളിമണം ഉണ്ടാവും. ഇപ്പം ശിർവാണി കഴിഞ്ഞാൽ ഏറ്റവും നല്ല കോളിഫോം ബാക്ടീരിയ റിമൂവുമായിട്ടുള്ള ഏക ഡാം മലമ്പുഴ. ഇതിലെ വെള്ളം ശുദ്ധജലമാണ്. ഈ ശുദ്ധജലം 8 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയും കുടിക്കുന്നുണ്ട്. ഇതിനകത്ത് വളരുന്ന മത്സ്യങ്ങൾ നല്ല രുചിയാണ്. ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അഗ്രികൾച്ചർ പർപ്പസിനാണ്. ഏകദേശം 51 കിലോമീറ്ററോളം ചുറ്റളവിൽ വെള്ളം നിൽക്കുന്ന ഏരിയയിൽ മത്സ്യസമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തു മത്സ്യങ്ങളെല്ലാം നിക്ഷേപിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അന്ന് തുടങ്ങിയ ഏറ്റവും നല്ല മീൻ കിട്ടുന്ന ഒരു ഭാഗമാണ് മലമ്പുഴ ഡാം. കേരളത്തിൽ മലമ്പുഴ ഡാമിലെ മത്സ്യത്തിനൊരു സെപ്പറേറ്റ് പേരുണ്ട്. ഏകദേശം ഒരു 30 കൊല്ലത്തോളമായിട്ട് മത്സ്യബന്ധനമാണ് തൊഴിൽ. 110ഓളം തൊഴിലാളികൾ തന്നെ SGS വഴി നടത്തുന്നുണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെ രാവിലെ 7 മണി മുതൽ മലമ്പുഴ ഡാമിൻ്റെ സ്റ്റാളിൽ ഇപ്പോൾ യഥേഷ്ട മത്സ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന മീനുകൾ കട്ട്ള, രോഹു, മൃഗാല, ഏറ്റവും കൂടുതൽ കിട്ടുന്ന തിലോപ്പിയാണ്. ഇപ്പോൾ ഒരു വർഷം ഡാമിനകത്ത് വളരുന്ന കട്ട്ള എന്ന് പറയുന്നൊരു വിഭാഗം മീനിന് മറ്റുള്ള ഡാമുകളിൽ അത് 600-700 ഗ്രാം ആകുമ്പോൾ ഇവിടെ 2.5 കിലോ, 3 കിലോ, 4 കിലോ സൈസ് വരെ ഒരു വർഷം കൊണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല അതിനുള്ള ഫീഡ് ഈ ഡാമിനകത്ത് കിട്ടുന്നുണ്ട്. ജനങ്ങളിലേക്ക് നല്ല വിഷമില്ലാത്ത ഭക്ഷ്യവസ്തു എത്തിക്കുക എന്നുള്ളൊരു നല്ല ഉദ്ദേശം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്നൊരു സമയമാണ് ഇനി മുതൽ. 10 രൂപ കൂടുതലോ കുറവല്ല, ഡിപ്പാർട്ട്മെൻറ്റ് വിലയ്ക്ക് തന്നെയാണ്. ഏത് സമയം നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു 7 മണി മുതൽ ഒരു 10 മണി വരെയും 4 മണി മുതൽ ഒരു 7 മണി വരെയും ഇപ്പോൾ ഏകദേശം ഡാമിനകത്ത് മീൻ ലഭിക്കുന്നുണ്ട്. എല്ലാവരും നല്ലത് വാങ്ങിക്കുക, നല്ലത് കഴിക്കുക.